ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമുക്കുള്ളത് എന്ന്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ ഒരു റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല അത് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് PA = P0A X അല്ലെങ്കിൽ കൈ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. വേപ്പർ പ്രഷറിൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ആ റോൾസ് ലോയിലെ ഈ ഒരു പോർഷൻ മാത്രം എടുത്തത് ഒരൊറ്റ കമ്പോണൻറ്റിൻ്റെ ഒരു സൊല്യൂഷനിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കമ്പോണൻറ്റിൻ്റെ മാത്രം വേപ്പർ പ്രഷറിൻ്റെ ഒരു ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, PA = P0A X. ഇനി ഞാൻ നേരത്തെ നമ്മുടെ ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റിലും ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ∆Tb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ബോയിലിംഗ് പോയിൻ്റിൽ നിന്ന് പ്യുവർ സ്റ്റേറ്റ് മൈനസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ∆P എന്ന് പറയുമ്പോൾ, അതായത് വേപ്പർ പ്രഷറിൻ്റെ ∆P എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്യുവർ സ്റ്റേറ്റ് P0 എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ശരിക്കുള്ള വേപ്പർ പ്രഷർ മൈനസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൈനസ് ചെയ്യുന്ന സംഭവത്തിനാണ് ∆P എന്ന് പറയാം. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ∆P എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു PA കിടക്കണില്ലേ? ഈ PAയുടെ ഫുൾ ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ അല്ലേ ഈ കിടക്കണത് P0A X. അപ്പോൾ ഇത് നമുക്കിവിടെ റീപ്ലേസ് ചെയ്തുകൂടെ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? നമ്മൾ ആദ്യം ഒരു സൊല്യൂഷനിലുള്ള ഒരൊറ്റ കോമ്പോണൻ്റ് A എന്നുള്ളതിൻ്റെ വേപ്പർ പ്രഷർ നമ്മൾ എടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇത് P0A എന്ന് പറയുന്നത് പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറാണ്. ഇതെന്താണ്? അല്ലാതെ ഒരു സൊല്യൂഷൻ്റെ ഹോൾ വേപ്പർ പ്രഷറാണ്. അപ്പോൾ പ്യുവർ സ്റ്റേറ്റിൽ നിന്ന് ഹോൾ മൈനസ് ചെയ്യുന്നതാണ് ∆P എന്ന് പറഞ്ഞു. അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു, 1 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അതിലൊരു PA ഉണ്ട്. ആ PAക്ക് പകരം എനിക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ റീപ്ലേസ് ചെയ്തുകൂടെ? ചെയ്യാമല്ലോ. അപ്പം ഞാനത് ചെയ്യാണ്. ∆P = P0A മൈനസ് ഈ PAക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? P0A X എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് കിട്ടിയല്ലോ, ഇതുവരെ കിട്ടിയല്ലോ, പ്രശ്നമൊന്നുമില്ല. ഇനി ഈ ഫസ്റ്റത്തെ ടേമിലും P0 ഉണ്ട്, സെക്കൻഡത്തെ ടേമിലും P0 ഉണ്ട്. അപ്പോൾ രണ്ടിലും ആ സാധനം ഉള്ളത് കൊണ്ട് എനിക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? അപ്പോൾ ഞാൻ P0 കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ബ്രാക്കറ്റിൽ എന്തുണ്ടാവും? ഇവിടുത്തെ ഓൾറെഡി P0A ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ എന്തായിട്ടുണ്ടാവും? ഇവിടുത്തെ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ബാലൻസ് ഒരു 1 ഉണ്ടാവില്ലേ? ഇവിടുത്തെ നമ്മൾ P0 കോമൺ ആയിട്ട് പുറത്തെടുത്ത് അവിടെ ഒരു 1 ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്? ഓൾറെഡി ഒരു കൈ A എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് എന്തുണ്ട്? ∆P ഉണ്ട് കേട്ടോ. ∆P ഉണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ. പിന്നെ മോൾ ഫ്രാക്ഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ A + കൈ B എന്ന് പറയുന്നത് എന്താ? 1 ആണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൈ A + കൈ B എന്ന് പറയുന്നത് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്ന് കൈ B എന്തായിരിക്കും? 1 മൈനസ് ഈ X അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയല്ലേ വരിക? ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ എങ്ങനെയാണ് വന്നതെന്നുള്ളത്? നോക്കിയേ, മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻറ്റ് A + മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻറ്റ് B എന്ന് പറയുന്നത് 1 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്ന് നമുക്ക് ഈ XB കിട്ടണമെങ്കിൽ ഈ XAനെ എനിക്ക് ഈ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ ഇങ്ങനെ ആവില്ലേ? ഇനി അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ∆P = P0A ഈ 1 മൈനസ് XAക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? ഈ കൈ B കൊടുക്കുന്നു. ഓക്കെ, കൈ B കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? എനിക്ക് ഈ ഒരു കൈ Bയിൽ മാത്രമായിട്ടാണ് ഇക്വേഷൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു P0 ഇങ്ങോട്ട് കൊടുക്കുന്നു. ∆P ഈ P0 ഇവിടെ ഇൻറ്റു ആണ്. ഇത് ഈക്വലിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവില്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ നിർത്താം. ഇനി നമുക്ക് എന്തറിയാം? ∆P എന്താണെന്നറിയാം. ഇക്വേഷൻ 2ൽ എന്താ പറഞ്ഞത്? P0A - PA. അപ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ∆Pക്ക് പകരം ഈ സെക്കൻഡ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. P0A - PA ബൈ P0A = കൈ B. ഇതാണ് നമ്മുടെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു ഇക്വേഷൻ, ഇതാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള, അതായത് ഒരു മിനിറ്റ്, അതായത് ഈ MB, ഇതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുക. അപ്പോൾ ഈ MBക്കുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഏതെന്ന്? ഈ ഇക്വേഷനിൽ നിന്ന്. ഈ 4 ഓസ്മോട്ടിക് പ്രഷറിൻ്റെ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെയും ഇതേപോലത്തെ ഒരു ഇക്വേഷനും നമ്മൾ പഠിക്കും. ദെൻ ആ ഒരു ഇക്വേഷനിൽ നിന്ന് മോളിക്കുലാർ മാസ്, അതായത് ഈ MB കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാ? ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. MB ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? P0A - PA ബൈ P0A
ഈക്വൽ ടു കൈ ബി. ഇതാണല്ലോ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാണല്ലോ. നമുക്ക് പൊതുവെ എന്തറിയാം, കൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി. അതായത് ഇതിന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പണൻറ്റ് ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പണൻറ്റ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കോമ്പണൻറ്റ് ബി. ഇതിനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെയും പറയാം, ഈ എൻ ബീനെ എന്നേനെ എനിക്ക് വേറൊരു തരത്തിലും കൂടെ പറയാം. എങ്ങനെയാണത്, സൊല്യൂട്ടും സോൾവൻറ്റും ആക്കിയിട്ട് പറഞ്ഞൂടെ? അതായത് ഇപ്പോൾ ഇത് സൊല്യൂട്ടാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവൻറ്റ് പ്ലസ് സൊല്യൂട്ട്. അങ്ങനെയും എനിക്ക് പറയാം, രണ്ട് രീതിയിലും പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കൈ ബി എന്ന് പറയുന്ന ഈ കൈ ബിക്ക് പകരം എനിക്ക് ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തുകൂടെ? ഇതിന് പകരമായിട്ട് ഈ ഒരു ഇക്വേഷനിൽ എനിക്ക് ഇതിന് പകരം ഇത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ, ഓക്കെ, ഒരു സൊല്യൂഷൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ ബി എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, നെഗ്ലിജിബിളി സ്മോൾ കോമ്പണൻ്റ് ആണ് ടു എ. അതായത് ഈ എൻ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഇത് സോൾവെൻറ്റിനെയാണ്, സോൾവെൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്, ഓക്കെ, ചെറുതാണ്. അത് കാരണം നമ്മൾ ഈ ഇക്വേഷനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യും, ഈ ഇക്വേഷനെ നമ്മൾ എൻ ബി ബൈ എൻ എന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, എൻ ബി ബൈ എൻ എ, ഇവിടുത്തെ ഈ ഒരു പ്ലസ് എൻ ബി ഇല്ല, അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിൽ റെഡ്യൂസ് ചെയ്യും. അത് ഈ ഒരു മോളിക്കുലാർ മാസിൻ്റെ ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഇതുവരെ എഴുതിയിട്ട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എഴുതുക. ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ എൻ ബി ഈസ് നെഗ്ലിജിബിളി സ്മോൾ, സോ ദ ഇക്വേഷൻ ഇസ് റെഡ്യൂസ്ഡ് ടു ഈ ഫോർമാറ്റ്, കൈ ബി ഈസ് ഈക്വൽ ടു ഇത് എന്നുള്ളത്. ഞാൻ ഫോട്ടോ വയ്ക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. ഇനി എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ്, ഗിവൺ ബൈ ജി എം എം എന്നല്ലേ നമ്മൾ എഴുതുക. ഈ ഗിവൺ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗിവണിനെയാണ് നമ്മൾ ഡബ്ല്യു ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് ഗിവണിനെ, അതിൻ്റെ ജി എം എമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, മോളിക്കുലർ മാസ്, അതായത് എം ബി ആയിട്ട് നമ്മൾ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ കിടക്കണ എം ബിൻ്റെയാണ് എനിക്ക് എന്ത് വേണ്ടത്, ഇക്വേഷൻ വേണ്ടത്. ഇനി അതുപോലെ എൻ എനെ നമുക്കിതുപോലെ എന്താക്കാം, ഡബ്ല്യു എ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സോൾവെൻറ്റ്, ഇങ്ങനെയും എനിക്ക് ആക്കിക്കൂടെ, ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ എൻ ബി ബൈ എൻ എനെ ഞാൻ ഈ ഒരു എക്സ് ബിക്ക് പകരം ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ, പി സീറോ എ മൈനസ് പി എ ബൈ പി സീറോ എ ഇസ് ഈക്വൽ ടു എൻ ബി അല്ലേ, എൻ ബി എന്താ, ഡബ്ല്യു ബി ബൈ എം ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ബൈ എം എ. ഞാൻ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത്, ഡിവൈഡഡ് ബൈനെ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഇതിനിപ്പം വേറെ രീതിയിൽ എഴുതാമെന്ന് വിചാരിച്ചോ, ഡബ്ല്യു ബി ബൈ എം ബി ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ബൈ എം എ. അപ്പോൾ ഇതെന്താവും, ഈ ഒരു ഇതിൻ്റെ ഹോൾ ഡിവൈഡഡിൻ്റെ താഴെയാണ് ഇത് കിടക്കണം. അപ്പോൾ ഇത് റെസിപ്രോക്കൽ ആവില്ലേ. അപ്പോൾ എങ്ങനെ വരും, എനിക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും, ഡബ്ല്യു ബി, ഈ സാധനം മേളിൽ പോവും, ഡബ്ല്യു ബി ബൈ എം ബി ഇൻറ്റു എം എ ബൈ ഡബ്ല്യു എ എന്നാവും. ഈ ഒരു രീതിയിലാവും. ഓക്കെ, ഈ ഒരു രീതിയിലാവും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇത് എഴുതി വെക്കണം എന്നില്ല, അത് റെസിപ്രോക്കൽ ആവും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ്. ഇനി നമുക്ക് ഇതിന്ന് എന്താടാ വേണ്ടത്, ഈ എം ബിനെയാണ് വേണ്ടത് അല്ലേ, എം ബിനെ മാത്രമാണ് വേണ്ടത്. അപ്പോൾ എം ബിനെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഇപ്പം നിലവിൽ നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത് പി സീറോ എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി സീറോ എ ഈക്വൽ ടു ഈ സാധനം ഡബ്ല്യു ബി ഇൻറ്റു എം എ ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എം ബി ഈക്വൽ ടു എന്ന് വരണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ എം ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ അത് ജസ്റ്റ് ഡിവൈഡഡ് ബൈ ആയിട്ട് താഴെയാണ് കിടക്കണ്ടായിരുന്നത്, അതുകൊണ്ട് അത് മുകളിൽ വന്നു. ഇനി അവിടെ ബാക്കി എന്താ ഉള്ളത്, ഡബ്ല്യു ബി ഉണ്ട്, എം എ ഉണ്ട്, താഴെ ഒരു ഡബ്ല്യു ഉണ്ട്, അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ നിന്നുള്ളതൊക്കെ ഈക്വലിൻ്റെ അപ്പുറത്തേക്കാണ് പോവുക. ഓക്കെ, ഇപ്പോൾ പി സീറോ എ ഡിവൈഡഡ് ബൈ ആണ്, അപ്പോൾ അതെന്താവും, ഇൻറ്റു ആവും. ഇനി ഇതെന്താണ്, ഇത് ഡിവൈഡഡ് ബൈ അല്ലാണ്ട് മേളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സാധനം നേരെ താഴത്തേക്ക് പോവും. ഓക്കെ, പി സീറോ എ മൈനസ് പി എ ആവും. ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല. ഓക്കെ,
എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ ഒരൊറ്റ കാര്യമാണ് പറയുന്നുള്ളൂ. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഈ സാധനം എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്നറിയോ? നമ്മുടെ മൊളാലിറ്റി ഇല്ലേ, മൊളാരിറ്റി അല്ലേ, മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ത്രൂ ഔട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തിലിടാൻ പറ്റില്ല, ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ സൈനിൽ മാത്രമായിട്ട് നമുക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടു ആക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യണ്ടേ, അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു കെ ബി എന്ന് പറയുന്നത്. ഈ കെ ബി എന്താണെന്നുള്ള പറഞ്ഞു തരാം കേട്ടോ. അതിന് പകരം വരുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, കെ ബി എന്ന് പറയുന്നത് ഇൻറ്റു എം എന്ന് വന്നു. ഇത് മൊളാലിറ്റിയാണ്. അപ്പോൾ മൊളാലിറ്റീൻ്റെ ഫോർമുല എന്താ അതെന്ന് പറഞ്ഞേ. മൊളാലിറ്റീൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് ഗിവൺ മാസ് ബൈ GMM ഇൻറ്റു 1000 ബൈ ഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിനെ കെമിസ്ട്രീൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നോക്കിയപ്പോൾ മനസ്സിലായി, ഗിവൺ മാസിന് നമ്മൾ എന്താ കൊടുക്കുക, WB ഡിവൈഡഡ് ബൈ ഗിവൺ മോളിക്കുലർ മാസ് കേട്ടോ, അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇനി GMM എന്തായിരുന്നു, MB ആണ് നമ്മൾ കൊടുക്കുക, ഇൻറ്റു 1000 അതേപോലെ. പിന്നെ അതിൽ തന്നിട്ടുള്ള സോൾവെൻറ്റിൻ്റെ ഗ്രാം എങ്ങനെയായിരിക്കും, WA ആയിട്ടായിരിക്കും കൊടുക്കുക. ഈ ഒരു സാധനം അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ഇതൊന്ന് നമുക്ക് ഈ MBൻ്റെ മാത്രം കണ്ടുപിടിക്കണം. അപ്പോഴും എന്തേ ഉള്ളൂ, സെയിം. ഈ MB താഴെ കിടക്കണത്, അപ്പോൾ ഇത് നേരെ മേളിലേക്ക് പോയി, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക്. ഇത് ഇവിടെ നിന്ന് മേളിലേക്ക്, ഇത് വെറുതെ മേളിലാണ് കിടക്കുന്നത്, ഇത് ബൈ 1 എന്നാണ് അർത്ഥം. ഇത് നേരെ എങ്ങോട്ട് പോകും, ഈ MBൻ്റെ സ്ഥാനത്ത് പോയിരിക്കും. സോ WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. ഇതാണ് അതിൻ്റെ മോളിക്കുലർ മാസിൻ്റെ ഫോർമുല. ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റിലും ഇതേ സെയിം ആണ് വരിക. എന്തായിരിക്കും വ്യത്യാസം, ഈ ഡെൽറ്റ TBക്ക് പകരം TF ആയിരിക്കും. അതും എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, നമ്മുടെ മൊളാലിറ്റിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും എഴുതുക, ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു എന്ത് വരും, KB ആണോ വരിക, അല്ല, KF ഇൻറ്റു M എന്ന് വരും. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ മൊളാലിറ്റീൻ്റെ ആ ഒരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഇതിന്ന് MBൻ്റെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് MBനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ആ ഒരു ഇക്വേഷനിൽ ബാക്കി ആ MB ഉണ്ടായിരുന്ന സ്ഥാനത്തോട്ട് ഈ ഒരു ഡെൽറ്റ TFനെ കൊണ്ടുവരാം. കഴിഞ്ഞു. ഇനി ഓസ്മോട്ടിക് പ്രഷറിൻ്റെ നോക്കാതെ, പൈ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു CT ആണ് എപ്പോഴും ഓസ്മോട്ടിക് പ്രഷറിൽ ഉണ്ടാവുക. ഇതിൽ C എന്ന് പറയുന്നത് എന്താ പറയുക, കോൺസെൻട്രേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ C എന്ന് പറയുമ്പോൾ പൊതുവേ നമ്പർ ഓഫ് മോൾസ്, കോൺസെൻട്രേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ദ വോളിയം എന്നുള്ള രീതിയിലാണ് പൊതുവേ. ഇത് പൊതുവേ കുറേ കാലങ്ങളായിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ്ലി മാത്രമായിട്ട് ഇടാൻ പറ്റില്ല, അത് മാറ്റണം. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഈക്വൽ ടു ഇട്ടിട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ. R നമ്മൾ കൊണ്ടുവന്നു. ഇനി ഈ സിക്ക് പകരം ഈ N/V കൊടുക്കാമല്ലോ. സോ പൈ ഈസ് ഈക്വൽ ടു N/V RT എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഈ വിനെ നമുക്ക് പൈൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഈ ഡിവൈഡഡ് ബൈ ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഇൻറ്റു ആവും. സോ പൈ ഇൻറ്റു V NRT എന്ന് വരും. ഇനി N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെ എഴുതാം, ഗിവൺ നമ്പർ ഓഫ് മോൾസ് ബൈ ദ മോളാർ മാസ് ഓഫ് ദ നമ്പർ ഓഫ് മോൾസ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. എന്ന് മനസ്സിലായോ? അതായത് ഗിവൺ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പൈ V ഇസ് ഈക്വൽ ടു WB ബൈ MB, M ആണ് RT. ഇതാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിന്ന് MB കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, ഈ MBനെ ഇങ്ങോട്ട് കൊടുക്കുക, പൈ വിനെ ഇങ്ങോട്ട് കൊടുക്കുക, പരിപാടി കഴിഞ്ഞു. MB ഇസ് ഈക്വൽ ടു WB RT, ഇവിടെ ഒരു ബൈ എന്തും കൂടെ വരും, പൈ V വരും. ഇത്രയേ ഉള്ളൂ.